നമസ്കാരം. ഫാസ്റ്റ് ട്രാക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന വണ്ടിയാണ് ഏറ്റവും പുതിയ TVS Victor GLX 100 110. 110 cc ഉള്ള ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 22,12,712 രൂപയ്ക്ക്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ബ്ലാക്ക് ഫിഗറിൽ നിങ്ങൾ നോക്കും SOCH എഞ്ചിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പദ്ധതിയുമായിട്ടുള്ള ഏറ്റവും നല്ല തരത്തിലുള്ള ആ ഒരു എഞ്ചിനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എത്ര കട്ടറിൽ ചാടിയാലും ഓഫാകില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകതയാർന്ന ഇതിൻ്റെ അടുത്ത് ശരിയായി. അടുത്ത് നോക്കി ഇതിൻ്റെ ഷോക്ക് അബ്സോർബറാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രത്യേകത. അതായത് ഏത് ബമ്പ് ചാടിയാലും ഇരിക്കുന്നവൻ്റെ ഇടപാട് തെറിക്കും എന്നുള്ളതാണ് ഈ ഷോക്ക് അബ്സോർബറിൻ്റെ ഒരു പ്രത്യേകത. അതായത് നമ്മളൊരു 3 ബമ്പ് അടുപ്പിച്ച് ചാടിയാൽ ഇരിക്കുന്നവൻ്റെ മൂക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നോക്കിയിട്ടുള്ള റിയർ ഷോക്ക് അബ്സോർബറിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇതാണ് സ്പ്രിംഗ് ആക്ഷൻ SNS സസ്പെൻഷൻ്റെ ഒരു ആദിമകാല ഘട്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഈ ഷോക്ക് അബ്സോർബറിൽ പുറകിൽ ഇരിക്കുന്ന ആളുടെ ആ ഒരു സുഖത്തിനെ മാനിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പുറകിലിരിക്കുന്ന ആള് തെറിച്ച് മേലിലുള്ള മരത്തിൽ വീഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട. പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ ടാങ്കിനെ കുറിച്ചാണ്. ഫ്യൂവൽ ടാങ്ക് 10 ലിറ്റർ ശേഷിയുള്ള ഈ ഫ്യൂവൽ ടാങ്കിൽ നമുക്ക് 5 ലിറ്റർ പോലും നിറയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ആക്സിലറേറ്റർ 210 RPM ഉള്ള ഈ ആക്സിലറേറ്ററിൽ നമ്മൾക്ക് 0 to 80 ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി 140 km/h ആണ്. ഇതിൽ 0 to 80 വിത്തിൻ 1 സെക്കൻഡ് 0 to 80 നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ക്ലച്ചുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ശബ്ദം കേൾക്കാം. ക്ലച്ച് അമർത്തുമ്പോൾ ഗിയർ മാറാൻ പറ്റില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ അവതരിപ്പിക്കുന്നത് TVS Victor 110. ഇതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷനും SNS സസ്പെൻഷനും നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നത് ഞാൻ തന്നെയാണ്. ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന് എത്ര മൈലേജ് ഉള്ളതും എത്ര RPM ഉള്ളതും ഇപ്പോൾ നമുക്ക് തെളിയിക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. പോയി നല്ല വണ്ടിയാണ്. താങ്കൾക്ക് എന്താണ് പറയാൻ? മതി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലിട്ട് തന്നെ നമുക്ക് ഏത് വലിയ കയറ്റവും കയറാം. എത്ര വലിയ താമരശ്ശേരി ചുരം വരെ നമുക്ക് കയറാമെന്നുള്ളതാണ്. ഞങ്ങൾ താമരശ്ശേരി ചുരത്തിലേക്ക് പോവുകയാണ്. താമരശ്ശേരി ചുരം ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ. ഇത് ഫസ്റ്റിലിട്ടോ ന്യൂട്രലിലിട്ടോ സെക്കൻഡിലിട്ടോ ഫോർത്തിലിട്ടോ നമുക്ക് ഇറങ്ങാം. പക്ഷേ തിരിച്ച് ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തിയില്ല. നിങ്ങൾ മരിച്ചു പോയാലും ഈ വണ്ടിക്കൊന്നും സംഭവിക്കില്ല. ഇത് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇനി വന്നു അടുത്തോട്ട് പോണോ? ഞങ്ങൾ താമരശ്ശേരി ചുരം ഇറങ്ങാൻ പോവുകയാണ്. ഈ താമരശ്ശേരി ചുരം ഇറങ്ങാൻ ഇതുവരെ യാതൊരു വണ്ടിക്കും കഴിഞ്ഞിട്ടില്ല. പപ്പുവിൻ്റെ അമ്മാവങ്കല്ലല്ലാതെ ഇതുവരെ ഒറ്റ വണ്ടി പോലും, പപ്പുവിൻ്റെ റോഡറോളല്ലാതെ ഒരൊറ്റ വണ്ടി പോലും താമരശ്ശേരി ചുരം ജീവനോട് ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. പടച്ചോനെ ഇങ്ങള് കാത്തോളി. താമരശ്ശേരി ചുരം ഞങ്ങൾ വിജയകരമായി ഇറങ്ങിയിരിക്കുന്നു. ഇത് ഓടി നടന്ന് പിടിച്ച ഈ താമരശ്ശേരി ചുരം 50 കിലോമീറ്റർ ഓടി നടന്ന് പിടിച്ച ക്യാമറാമാൻ അനൂപ് നായർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് ഇത് ഓടുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകത ഈ താമരശ്ശേരി ചുരം ഈ വണ്ടിയുടെ പ്രവർത്തന ശേഷിയും പ്രവർത്തന മികവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അഥവാ നിങ്ങൾ വേഗം തന്നെ കടയിൽ പോയി ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുക. നിങ്ങളുടെ ഭാവി നിങ്ങൾ മരിച്ചാലും ഈ വണ്ടിക്കൊന്നും
ഒന്നും സംഭവിക്കില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഗുഡ് ബൈ. ഓക്കെ.